മൗലിദ് ബിദ്അത്തല്ലെന്നും അത് ഖുർആനിനും ആധികാരികമായ പ്രമാണങ്ങൾക്കും അനുഗുണമാണ് എന്നും തെളിയിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ നമ്മുടെ ഇടയിൽ പ്രചാരത്തിലുള്ള ധാരാളം മാലകളുണ്ട്. ഔലിയാക്കളുടെയും മഹത്തുക്കളുടെയും കീർത്തനങ്ങൾ ഉൾക്കൊള്ളുന്ന ഇത്തരം മാലകളിൽ അവരുടെ മദ്ഹുകൾ പറഞ്ഞു പറഞ്ഞ് അതിരുകവിഞ്ഞു പോയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഉദാഹരണത്തിന് ചില മാലകളിൽ വൈരുദ്ധ്യങ്ങളെന്ന് വ്യക്തമായ ചില വചനങ്ങളില്ലേ എന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഉദാഹരണത്തിന് മുഹീദ്ദീൻ മാലയിൽ ഒരു വരിയുണ്ട്, എന്റെ വചനത്തെ പൊയ്യെന്ന് ചൊല്ലൂകിൽ അപ്പോളെ കൊല്ലുന്ന നഞ്ഞ് ഞാൻ എന്നോവർ. ഈ വരിയുടെ അർത്ഥം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകളെയും വചനങ്ങളെയും ആര് കളവാക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്നുവോ അവരെ അപ്പോൾ തന്നെ കൊന്നുകളയുന്ന ശക്തിയായ വിഷമാണ് എന്നാണല്ലോ. എന്നാൽ അവിടുത്തെ വചനങ്ങളെ അങ്ങേയറ്റം പരിഹസിക്കുകയും അപഹസിക്കുകയും ഒരു വേള ആ മഹാനായ ശൈഖ് അവർകളെ ഇസ്ലാമിക വിരുദ്ധനായി പോലും ചിത്രീകരിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലില്ലേ? അവര് ഇതുവരെയായും മരിച്ചതായി നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഈ പറഞ്ഞത് കേവലം ഒരു അവകാശവാദമല്ലേ? മറുപടി പ്രതീക്ഷിക്കുന്നു. അതിന്റെ രണ്ടാമത്തെ വരിയും കൂടി ഒന്ന് ചെല്ലണം. ചോദ്യത്തിന്റെ ചോദ്യമായി മറുപടി പറയുക എന്നൊരു രൂപം പൊതുവെ നിങ്ങളിൽ കണ്ടുവരുന്നതാണ്. ഏതായാലും ഞങ്ങളും പഠിച്ചിട്ട് തന്നെയാ വന്നത്. അവരുടെ ദീനെയും ശേഷം ദുനിയാവേയും ആഖിറം തന്നെയും കൊല്ലും അതെന്നോവർ. അങ്ങനല്ല, അവരുടെ ദീനെയും പോക്കും ഞാൻ എന്നോവർ. ഏതായാലും കാര്യം പോക്കുണ്ട്. എന്റെ വചനത്തെ പൊയ്യെന്ന് ചൊല്ലൂകിൽ അപ്പോഴേ കൊല്ലുന്ന നഞ്ഞ് ഞാൻ എന്നോവർ. എന്റെ വാക്കുകൾ കളവാണെന്ന് പറഞ്ഞ് ഞാനൊരു കളവ് പറയുന്നവനാണ് എന്ന് വല്ലവനും എന്റെ പേരിൽ ആരോപണമുന്നയിച്ചാൽ അപ്പോഴേ കൊല്ലുന്ന നഞ്ഞാണ് ഞാൻ. അപ്പോഴേ കൊല്ലുന്ന നഞ്ഞാണ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് എന്നെടുത്ത് വിഴുങ്ങിയാൽ അവനപ്പം മരിച്ചുപോകും എന്നാണോ അതിന്റെ അർത്ഥം? ഒരിക്കലുമല്ല. അതിന്റെ വ്യാഖ്യാനമാണ് രണ്ടാമത്തെ വരി, അവരുടെ ദീനെയും ശേഷം ദുന്യാവേയും ആഖിറം തന്നെയും പോക്കും അതെന്നോവർ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കളവ് പറയുന്നവനാണ് എന്ന് എന്റെ പേരിൽ ആരോപണമുന്നയിച്ച് എന്നെ കുറ്റം പറഞ്ഞാൽ അവന്റെ ദീനും ദുന്യാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകും. അത് അല്ലാഹു നേരത്തെ ലോകത്തോട് പഠിപ്പിച്ച ഒരാശയമാണ്. മൻ ആദാലി വലിയൻ ഫഖദ് ബാറസനി ബിൽ ഹർബ്, അല്ലെങ്കിൽ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. എന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു വലിയനോട് വല്ലവനും എതിർപ്പ് കാണിച്ച് അവരെ പേരിൽ ആരോപണമുന്നയിക്കുകയും കുറ്റം പറയുകയും അവരെ കള്ളന്മാരാക്കുകയും ചെയ്താൽ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, ഞാൻ അവരോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ അവൻ എന്നോട് യുദ്ധത്തിൽ വന്നവനാണ്. അള്ളാഹു പറയുന്നു, ഞാൻ ഇഷ്ടപ്പെട്ട ഒരു മഹാന് ഒരാൾ എതിർപ്പ് കാണിച്ചാൽ അവൻ എന്നോട് യുദ്ധത്തിൽ വന്നവനാണ്. അള്ളാഹുവിനോട് യുദ്ധത്തിൽ വന്നാൽ അവൻ എന്ത് കിട്ടും? അവന്റെ ദുന്യാവും ആഖിറവും ദീനും ഒക്കെ നഷ്ടപ്പെട്ടു പോകും. അതാണ് ഞാൻ കള്ളനാണ്, ഞാൻ പറയുന്നത് കളവാണെന്ന് പ്രഖ്യാപിച്ചാൽ അവരുടെ ദീനും അവരെ ദുന്യാവും അവരെ ആഖിറവും നഷ്ടപ്പെട്ടു പോകും. ഇതാണ് കൊല്ലുന്ന വിഷമാണ് എന്ന് പറഞ്ഞതിനർത്ഥം. അതാ രണ്ടാമത്തെ വരിയിൽ അത് വിശദീകരിച്ചത്. അവരുടെ ദീനെയും ശേഷം ദുന്യാവേയും ആഖിറം തന്നെയും പോക്കും അതെന്നോവർ. ഇതാണ് ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹ് തന്റെ ഫതാവൽ ഹദീസിൽ പറഞ്ഞു, രണ്ട് വിഭാഗത്തോടാണ് അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞത്. ഒന്ന് പലിശ വാങ്ങിയിട്ട് എടുത്ത് ഭക്ഷിക്കുന്ന ആളുകളും, രണ്ടാമത്തത് അള്ളാഹുവിന്റെ ഔലിയാഇനോട് എതിർപ്പ് കാണിക്കുന്നവരും. അള്ളാഹു യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അള്ളാഹു പീരങ്കി പൊട്ടിക്കും എന്നല്ല. അവന്റെ ദീനിനും ദുനിയാവിനും ആഖിറത്തിനും അതിന്റെ നഷ്ടം സംഭവിക്കും, ഈമാനില്ലാതെ മരിച്ചു പോവുകയും ചെയ്യും എന്നതാണ് അതിനർത്ഥം. ആ അർത്ഥം തന്നെയാണ് അവരുടെ ദീനെയും ശേഷം ദുന്യാവേയും ആഖിറം തന്നെയും പോക്കും അതെന്നോവർ
എന്ന് മുഹീദ്ദീൻ ശിഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. വിശന്ന് കാണുമ്പോഴേക്ക് അതിങ്ങനെ വന്ന് ശരീരത്തിലൂടെ ഇങ്ങനെ കടക്കുകയാണ് എന്നിട്ട് തെറ്റിദ്ധരിക്കരുത്. ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, വലാ യഗ്തബ് ബഅദുകും ബഅദാ, നിങ്ങൾ ആരും ഗീബത്ത് പറയരുത്. അയ്യുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹമ അഖീഹി മൈതൻ ഫകരിഹ്തുമൂഹ്. ഇതാ നിങ്ങളിൽപ്പെട്ട ഒരു മനുഷ്യൻ മരിച്ചിട്ട് അവന്റെ ശവത്തിൽ നിന്ന് അവന്റെ മാംസം തിന്നാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ ഒരാളെ ഗീബത്ത് പറയുമ്പോൾ മാംസം ഇങ്ങനെ വായിൽ ഇങ്ങനെ വന്ന് വീഴുന്നല്ല അതിന്റെ മേന, മറിച്ച് അത് മാംസം തിന്നുന്നതിന് തുല്യമാണ് എന്നാണ് അതിനർത്ഥം. അതുപോലെ നിങ്ങളെ കൊല്ലുന്ന നഞ്ഞാണെന്ന് പറഞ്ഞാൽ നഞ്ഞ് തൊട്ടാൽ അത് നശിക്കലാണ്. അതുപോലെ നിങ്ങളുടെ നാശത്തിനുള്ള കാരണമാണ് എന്നതാണ് നഞ്ഞാണ് എന്ന് പറഞ്ഞതിനർത്ഥം. അതാണ് അതിന്റെ ശേഷം അത് വിശദീകരിച്ചത്. അവരുടെ ദീനെയും ശേഷം ദുന്യാവേയും ആഖിറം തന്നെയും പോക്കുമതെന്നോവർ എന്ന് പറഞ്ഞത്. അപ്പൊ മാംസം തിന്നുന്നത് പോലെയാണ് ഗീബത്ത് പറയുന്നത് എന്നതിനാൽ മാംസം തിന്നുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടോ, ശവം തിന്നുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു. അതുപോലെ നശിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ എങ്കിൽ ഞാൻ നഞ്ഞാൻ, അതായത് നിങ്ങളുടെ നാശമാണത് എന്നാണ് ആ പറഞ്ഞതിനർത്ഥം. അതിൽ യാതൊരു വൈരുദ്ധ്യത്തിന്റെ പ്രശ്നവും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ പടച്ചവന്റെ ആവശ്യം തന്നെ തീരില്ല. വെറും ഔലിയാക്കന്മാര് മാത്രം മതി, പിന്നെ വേണ്ടി വന്ന അമ്പിയാക്കളും. നമ്മളെ കാലഘട്ടത്തിൽ അള്ളാഹു എന്നൊരു വിശ്വാസമോ അതിന്റെ ആവശ്യമോ ഇല്ല. നമ്മളെ മുറി ഉണക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും എല്ലാം ഇവിടെ ഔലിയാക്കൾ തന്നെ മതി എന്ന് വിശ്വസിച്ച് ജീവിച്ചാൽ പോരെ. പിന്നെ ഒരു അള്ളാഹുവിന്റെ ആവശ്യത്തിന് പ്രസക്തി ഉണ്ടോ? അള്ളാഹുവിന്റെ പ്രസക്തി ഒരു കാര്യവും നേരിട്ട് ഇവിടെ മുറി ഉണക്കലും ഇവിടെ മറ്റു കാര്യങ്ങൾ ചെയ്യലും മരുന്ന് കൊടുക്കലും ഒന്നും അള്ളാഹുത്തെ നേരിട്ട് ഇവിടെ കാലം വരെ ആർക്കും ചെയ്തിട്ടില്ല. ഒരാശുപത്രി അതോട് തുറന്നിട്ടുമില്ല. എല്ലാ കാര്യം ചെയ്യുന്നത് മഹാന്മാരോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും വസീലകളോ മുഖേന തന്നെയാ. അള്ളാഹുത്തല ഒരു കാര്യവും ഇവിടെ നേർക്ക് നേരെ ചെയ്യാറില്ല. അതേ സമയത്ത് ഔലിയാക്കന്മാർക്ക് കഴിവുണ്ട്, അമ്പിയാക്കന്മാർക്ക് കഴിവുണ്ടെന്ന് പറഞ്ഞാൽ ആ കഴിവുകൾ മുഴുവനും അള്ളാഹുത്തല കൊടുത്തതാ. അള്ളാഹു പറഞ്ഞു, ആത്മംതു അലൈക്കും നിഅമതി, എന്റെ നിഅമത്ത്, എന്റെ അനുഗ്രഹം അത് നിങ്ങൾക്ക് ഞാൻ പരിപൂർണമാക്കി തരും എന്ന് അള്ളാഹുത്തല പറഞ്ഞതാ. അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹുത്തല നൽകുന്ന, അപ്പൊ ഔലിയാക്കന്മാരെ കറാമത്തും അമ്പിയാക്കന്മാരെ മൊഴിജത്തും സാധാരണ ജനങ്ങൾക്കുള്ള കഴിവും ഈ ലോകത്തുള്ള മുഴുവൻ കഴിവുകളും അള്ളാഹു സുബ്ഹാനഹു തആല നൽകുന്നതാ. അള്ളാഹു നൽകാതെ ഉണ്ടെന്ന് ആർക്കും വാദമില്ല. അള്ളാഹു എല്ലാം നൽകുന്നു. അതിന് ചില വസീലകൾ അത് എല്ലാ രംഗത്തുമുണ്ട്. റൂഹ് പിടിക്കുന്നത് മുതൽ ഇവിടെ ഇടിവെട്ടിക്കുന്നത് മുതൽ മുഴുവൻ കാര്യങ്ങളും അള്ളാഹു തആല നേരിട്ട് ചെയ്യാറല്ല. അതൊക്കെ ചെയ്യാൻ ആളുകളെ ഏൽപ്പിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യാറുള്ളത്.